ഞാൻ വളരെ കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളെന്ന് പറയുന്നത് പള്ളിയിൽ പോകുമ്പോഴും അതുപോലെ തന്നെ പാരലൽ മിനിസ്ട്രിക്ക്, അതായത് ഈ സ്റ്റേജിൽ പ്രസംഗ ശുശ്രൂഷ നടത്തുന്ന അങ്ങനെയുള്ള മിനിസ്ട്രീസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള മിനിസ്ട്രിയിൽ എന്നെ അപ്പനും അമ്മയും കൊണ്ടുപോകായിരുന്നു. അതുപോലെ തന്നെ കൺവെൻഷനുകൾ, ക്രൂസൈഡുകൾ, ജീസസ് കാൾസ് പോലെയുള്ള മിനിസ്ട്രിയുടെ അവരുടെ ആ ഒരു ശുശ്രൂഷ കൂട്ടായ്മയൊക്കെ വരുന്ന സമയത്ത്, പ്രസംഗങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ ഞാനത് അറ്റൻഡ് ചെയ്യുമായിരുന്നു. സോ അവിടെയൊക്കെ പോകുമ്പോൾ ഈ ആത്മീയ പ്രഭാഷണങ്ങൾ അവിടെ നടത്തും. ബൈബിൾ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ബൈബിളിനകത്തുള്ള വാക്യങ്ങൾ വെച്ചിട്ടുള്ള വെളിപ്പാടുകൾ, പഠനങ്ങൾ, അതുപോലെ ആത്മീക ശുശ്രൂഷകൾ, വിടുതലിൻ്റെ ശുശ്രൂഷകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ആത്മീക പ്രബോധനങ്ങൾ വളരെ കുട്ടിക്കാലത്ത് മുതലേ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. സോ അവിടെയെല്ലാം പോകുമ്പോൾ ആൾക്കാർക്കെല്ലാം അത് കാണാനും അറ്റൻഡ് ചെയ്യാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഭയങ്കര ആവേശമാണ്. എത്ര രൂപ കൊടുത്ത് എത്ര ദൂരത്ത് വേണമെന്നുണ്ടെങ്കിലും വണ്ടി പിടിച്ചോ കാർ പിടിച്ചോ ഒക്കെ പോകാനായിട്ട് ആൾക്കാർ സന്നദ്ധരാണ്. സോ അതിനുള്ളൊരു ത്യാഗ മനോഭാവം അവരെടുക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ തിരുവനന്തപുരത്ത് കോട്ടുകാൽ എന്ന് പറയുന്ന വില്ലേജിൽ, വെങ്ങാനൂർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാ വർഷവും മാരാമൺ എന്ന് പറയുന്ന കൺവെൻഷന് അവിടെ നിന്ന് ടൂറിസ്റ്റ് ബസ് പിടിച്ച് ആ പ്രസംഗം കേൾക്കാനായിട്ട് ഒരു വലിയൊരു സമൂഹം അവിടെ നിന്ന് മാരാമൺ കൺവെൻഷനിലേക്ക് പോകും. അതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാ വർഷവും എടത്തുവയിലേക്ക്, വേളാങ്കണ്ണിയിലേക്കൊക്കെ ആത്മീക കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനായിട്ട് ആൾക്കാർ കടന്നു പോകും. സോ ഇവിടെയൊക്കെ പോകുന്നതിനാണ് ഈ ത്യാഗം സഹിച്ച്, സമ്പത്ത് ചെലവഴിച്ച്, വളരെ വളരെ പേഷ്യൻസോടുകൂടെ, ക്ഷമയോടുകൂടെ, ആകാംക്ഷയോടുകൂടെ, ആർത്തിയോടുകൂടെ ദൈവവചനം കേൾക്കും. പക്ഷേ അടുത്ത് ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും പെയിനെടുത്ത് ആത്മീക പ്രബോധനങ്ങൾ കേട്ട വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പല ആവർത്തി ഞാൻ നോക്കുമ്പോഴും ഒരു പരിവർത്തനവും കണ്ടിട്ടില്ല, ഒരു വ്യത്യാസവും കണ്ടിട്ടില്ല. അവരന്നും ഇന്നും എന്നും ഒരേ പാപത്തിൽ തന്നെയാണ് അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല. ആർത്തിയോടെ കേൾക്കുക എന്നുള്ളതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പരിവർത്തനം നിൻ്റെ ജീവിതത്തിനകത്ത് ഒരല്പമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതാ ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹവും നമ്മുടെ ആഗ്രഹവും തമ്മിൽ അങ്ങോട്ട് മാച്ചാകുന്നില്ല. സോ ഇന്നും ആൾക്കാർ, ബൈബിളിൽ തന്നെയുള്ളൊരു വാക്യമാണ് ഇങ്ങനെ, തിരുവെഴുത്തുകൾ ആർത്തിയോടുകൂടെ അതങ്ങനെ തന്നെയാണോ, ഇതിങ്ങനെയാണോ, നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെയാണ് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആർത്തിയോടെ വചനത്തിൽ നിന്ന് അന്വേഷിക്കുകയും വചന പ്രഘോഷണം കേൾക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക ജനങ്ങൾ. ഇന്നും അതേ ആവേശമുണ്ട്. പക്ഷേ ഈ വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പരിവർത്തനമുണ്ടോ? ഇല്ല. സോ ആരെങ്കിലും ഒരു വ്യക്തി, ഫോർ എക്സാമ്പിൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സോ എന്നെപ്പോലെ ഉള്ളൊരു വ്യക്തി ഈ ആർത്തിയോടെ വചനം കേൾക്കാൻ പോകുന്ന, പ്രഭാഷണം കേൾക്കാൻ പോകുന്ന വ്യക്തിയെ ഒന്ന് പിടിച്ചിരുത്തി, എടാ നിൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന ഒരു പരിവർത്തനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അവൻ കണ്ണും നഖവും ഉപയോഗിച്ച് അതിനെ എതിർക്കും, വിമർശിക്കും. അവൻ്റെ ഉള്ളിലുള്ള പൈശാചിക ഭാവങ്ങളെല്ലാം അപ്പോൾ പുറത്തു വരും. എന്നെ കറക്റ്റ് ചെയ്യാൻ നീ ആരാണ്? എൻ്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ എനിക്കറിയാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ അവൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ചില പരിവർത്തനങ്ങൾ, ചില ചേഞ്ചസ് ഉണ്ടാകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ പൈശാചികമായ ഭാവങ്ങൾ പുറത്ത് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നമ്മളൊന്ന് അഡ്വൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ അകത്ത് കിടക്കുന്ന വൈകൃത ഭാവങ്ങളെല്ലാം പുറമേ വരും. സോ ഇത് കേൾക്കുന്ന നിങ്ങളൊന്ന് ചിന്തിക്കുക. എത്ര വർഷം കൊണ്ട് നിങ്ങൾ ബൈബിൾ പഠിക്കുന്നു? എത്ര വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രബോധനം കേൾക്കാൻ ഓടുന്നു? എത്ര വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ സൺഡേ സർവീസ് അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുർബാന അറ്റൻഡ് ചെയ്യുന്നു, ദിവ്യ ബലിക്ക് പോകുന്നു? പക്ഷെ ഇന്നേയുള്ള നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ നോക്കി എപ്പോഴെങ്കിലും ദൈവത്തിന് പറയാനൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്? ഈ പരിവർത്തനം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഇനിയുള്ള ശ്രമം അതിനു വേണ്ടിയാകട്ടെ.